30 മുതൽ 40 വരെ വർഷം കൊണ്ടേ ഗർഭാശയത്തിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരു സ്ത്രീക്ക് ക്യാൻസർ വരികയുള്ളൂ. അപ്പൊ ഈ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഗർഭാശയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അസിറ്റിക് ആസിഡ് ലൂഗോൾസൈഡിൻ എന്ന് പറയുന്ന ചില ഔഷധങ്ങളൊക്കെ പുരട്ടിയിട്ട് ഗർഭാശയങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഗർഭാശയത്തിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളെ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യും. അവിടെ ഞാനുണ്ടാവും, ഡോക്ടർ ചന്ദ്രമോഹൻ ഉണ്ടാവും. നിങ്ങൾക്ക് പരിചയമില്ല ആരെങ്കിലും ഒക്കെ ഇടപാട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു ക്രയോ സർജറി അല്ലെങ്കിൽ കോട്ടറൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ആ വൈറസ് ബാധിത ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗർഭാശയങ്ങളുടെ ക്യാൻസർ ഉണ്ടാവില്ല. ഈ ട്രീറ്റ്മെന്റ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആണ്. ഒരു ദിവസം നിങ്ങൾ അവധി എടുക്കുകയോ ഹോളിഡേ നോക്കി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അതിന് ചെലവ് ഒന്നും തന്നെ ഇല്ല. അവിടെ 100-150 രൂപ ഫീസ് കൊടുക്കാനേ ഉള്ളൂ. പിറ്റേ ദിവസം വരെ നിങ്ങൾ ജോലിക്ക് പോവാം. ഇതല്ല, ഈ ഇൻഫെക്ഷൻ ഉള്ളവരെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 50 വയസ്സ് 55 വയസ്സൊക്കെ സമയത്ത് ഗർഭാശയങ്ങളുടെ ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചികിത്സിക്കാനായിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞവർക്ക് മെഡിക്കൽ ബെനിഫിറ്റ് ഇല്ലെന്നറിയാം, റീഇംബേഴ്സ്മെന്റ് ഇല്ലെന്നറിയാം. അതുപോലെ തന്നെ സാധാരണഗതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരെക്കാൾ പെട്ടെന്ന് ഒരു ഫ്രസ്ട്രേറ്റഡ് ആകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാൻ, ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ സ്വസ്തി ഫൗണ്ടേഷനുമായിട്ട് നടത്തുന്ന ഇന്നല്ല, ഞങ്ങൾ ദിവസവും സമയവും സ്ഥലവും പറയും. ആ സ്ഥലത്ത് പ്രസവിച്ചിട്ടുള്ള അമ്മമാരായിട്ടുള്ള എല്ലാ സ്ത്രീകളും വന്നിട്ട് ഒരു ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ഓഫ് യൂട്രൈൻ സർവീസ് എന്ന പരിശോധനയ്ക്ക് വിധേയയായി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ട്രീറ്റ്മെന്റ് എടുത്താൽ ഗർഭാശയങ്ങളുടെ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ, മാറ്റി നിർത്താൻ, ഒഴിവാക്കാൻ സാധിക്കും. ആദ്യം നവംബർ 1-ാം തീയതി പാളയത്ത് വെച്ച് നടന്ന ക്യാമ്പില് ഞങ്ങൾ പരിശോധിച്ച സ്ത്രീകളിൽ 7 പേർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. 2 പേർക്ക് ഓൾറെഡി ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ബാക്കി 5 പേർക്ക് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാൻസർ അല്ല, ക്യാൻസറിന്റെ മുന്നോടിയായ അവസ്ഥയാണ്. ഈ അവസ്ഥ 20, 30, 40 കൊല്ലത്തിന് ശേഷം ക്യാൻസർ ആവുന്നത്. ദിസ് ഈസ് എ മെസ്സേജ് ഫോർ ദ വിമൻ. ഇനി പുരുഷന്മാർക്ക് വായിലെ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണം ധാരാളം രക്തം മുറുക്കുക, പുകവലിക്കുക, പാൻ മസാല പോലുള്ള കാര്യങ്ങൾ കഴിക്കുക, വീര്യമേറിയ മദ്യം കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ശ്രീലയ മാഡത്തിനോട് പറയായിരുന്നു, ഞാൻ ബോംബെയിൽ 1967 PG കോഴ്സ് പഠിക്കാൻ പോയ അവസരത്തിൽ അവിടുത്തെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പോലീസുകാരെ വായിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള ചെക്കപ്പിന് ഒരു അവസരം കിട്ടി. അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ആ ഒരു ഹാബിറ്റ് പാറ്റേൺ, അവരുടെ വായുടെ ഹെൽത്തും ഒന്നുമല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇപ്പം 163 പേരെ പാളയത്ത് വെച്ചും പിന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് 184 പേരെ വായ പരിശോധിച്ചു. ആ വായ പരിശോധിച്ചതിൽ ആർക്കും തന്നെ പ്രാക്ടിക്കലായിട്ട് പേടിക്കേണ്ട ഒരു വ്യത്യാസവും കണ്ടില്ല. കാരണം വായു ക്യാൻസറിന്റെ കാരണങ്ങളായി പറയുന്ന പുകവലി, പാൻ മസാലയുടെ ഉപയോഗം, വെറ്റിലമുറുക്കം ഒക്കെ ശീലം വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഞാൻ ഈ എക്സാം ചെയ്ത പേഷ്യൻസ് ഒരുമാതിരി സെമിനാരിയിൽ അച്ഛന്മാരുടെ പട്ടത്തിൽ പഠിക്കുന്ന പിള്ളേരുടെ വായ നോക്കുന്നവരായിരിക്കും. എല്ലാവരും നല്ല ആളുകൾ. പക്ഷെ മദ്യപിക്കുന്നവരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്. ആ പഴയ രീതിയിലുള്ള മദ്യപാനം പുകവലിക്കുന്നില്ല. ആഴ്ചയൊരിക്കൽ ഡ്രിങ്ക്സ് കഴിക്കുന്നവരോ അല്ലെങ്കിൽ 1-2 സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും വായിലെ മാറ്റങ്ങൾക്ക് സമയമായില്ല, അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ പരിശോധിച്ച ഈ 147 പേരില് ഒരു 8-10 പേർക്ക് വായില് കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വായിലെ ക്യാൻസറിന്റെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുകയിലയുടെ ഉപയോഗമാണെങ്കിലും മറ്റു കാരണം വലിച്ചു നിൽക്കുന്ന പല്ല്, കുറ്റിപ്പല്ല്, കൂർത്ത പല്ലൊക്കെ കൊണ്ട് നാക്കിന്റെ സൈഡോ കവിളോ പതിവായി മുറിഞ്ഞ അവിടെ വ്രണങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെ ഉണ്ടാകുന്ന വ്രണങ്ങൾ ആന്റിബയോട്ടിക് ചികിത്സകൾ കഴിച്ചാൽ പോലും പൊറുക്കാതെ നിൽക്കുകയും ചെയ്യുന്നവരെ ഈ പരിശോധനയിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു.
അവരെ ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവർ എത്ര പേര് അവിടെ വന്നു എന്ന് എനിക്ക് കണക്ക് കിട്ടിയില്ല, അതിന്റെ പേരും ഫീഡ്ബാക്ക് തന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒരു ക്യാൻസറിലേക്കുള്ള മാറ്റം വരാതെ നമുക്ക് അത് അതിന്റെ മുന്നോടിയായ അവസ്ഥയിൽ അത് തടയാൻ സാധിക്കും. ഒരു മിനിറ്റ് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയാണ്. പാളയത്ത് 45 സ്ത്രീകളെയാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാക്കിയത്. ആർക്കും ബ്രസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വരേണ്ട സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളവരാണ് വരേണ്ടത് പറയാം. സ്തനങ്ങളിൽ ഒരു കല്ലിപ്പോ മുഴയോ തടിപ്പോ ഉണ്ടാകുക, ഒരു സ്തന ഞെട്ടിൽ നിന്ന് സ്രവം വരിക, അതും ഒരു കട്ടകാപ്പുരത്തിലുള്ള സ്രവം വരിക, അതല്ലെങ്കിൽ സ്തന ഞെട്ടിന്റെ ഉൾവലിവ്, അതല്ലെങ്കിൽ സ്തനങ്ങളുടെ ഉപരിതലത്തിലുള്ള ചർമ്മം അങ്ങനെ നീര് വന്ന് തടിച്ചിരിക്കുക, അതിന്റെ ഓറഞ്ച് തൊലിയുടെ മുകളിൽ കാണുന്ന കുത്തുകുത്ത് പോലെ സ്തനത്തിന്റെ മുകളിലുള്ള തൊലിയിൽ കുത്തുകുത്ത് ഉണ്ടാകുക, കക്ഷത്തിൽ കരടുകൾ ഉണ്ടാകുക. ഇതൊക്കെയാണ് സ്തനാർബുദത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇങ്ങനെ ലക്ഷണങ്ങളുള്ള ആളുകളെയാണ് നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടത്. പണ്ടൊക്കെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് സ്തനാർബുദം 45 വയസ്സിന് ശേഷം മാത്രം കാണുന്ന സാധാരണയായി കാണുന്ന ഒരു രോഗമൊക്കെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ സ്തനാർബുദങ്ങൾ ആളുകളിൽ കണ്ടുപിടിക്കാൻ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായ കാരണങ്ങളെ കുറിച്ചും അറിവുണ്ട്. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് കുളിക്കുമ്പോൾ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ മാറ്റങ്ങളുള്ളവരാണ് ഒരു സ്തനാർബുദ പരിശോധനയ്ക്ക് വരേണ്ടത്. ഇങ്ങനെയുള്ള 1000 പേരെ പരിശോധനയ്ക്ക് വന്നതിന്റെ ഒരു കണക്ക് ഞാൻ പറയാം. അതായത് ഞാൻ RCCയിൽ നിന്നിപ്പം റിട്ടയർ ചെയ്തിട്ട് 10 വർഷത്തിൽ കൂടുതലായി. RCCയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങള് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഏജീസ് ഓഫീസർ സെക്രട്ടേറിയറ്റ് മുതലായ ഇവിടുത്തെ ഓഫീസുകളിലെ സ്ത്രീകൾക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് നടത്തിയപ്പോൾ 1000 സ്ത്രീകൾ സ്തനാർബുദമുണ്ടെന്ന് സംശയിച്ച് പരിശോധനയ്ക്ക് വന്നിട്ടുള്ള അവസരങ്ങളിൽ അതിന്റെ പരിശോധനകളായ മാമോഗ്രാഫി അല്ലെങ്കിൽ FNAC അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് എന്നീ 3 തരം ടെസ്റ്റുകൾ നടത്തി നോക്കിയപ്പോൾ അത് 1000-3 പേർക്ക് മാത്രമേ സ്തനാർബുദം ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളൂ. ആ 3 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് സ്തനങ്ങൾ നഷ്ടപ്പെട്ടില്ല. ആ ആരംഭ സ്ഥാനത്തുള്ള മുഴ മാത്രം എടുത്തിട്ട് ഒരു ലംബക്ടമി നടത്തി. 2 പേർക്ക് റേഡിയേഷൻ കൊടുത്തിട്ടുണ്ട്, കീമോയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള മെസ്സേജ്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന സ്ത്രീകളിലെ ക്യാൻസറാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നേരത്തെ കണ്ടുപിടിച്ച് അത് വരാതെ തടയായോ ക്യൂർ ചെയ്യുകയോ ചെയ്യാവുന്നത്. പുരുഷന്മാരിലും നിശ്ചയമായിട്ടും ഇപ്പോഴത്തെ ട്രിവാൻഡ്രത്തെ പോലീസ് ഫോഴ്സ് പണ്ടത്തെ തരത്തിലുള്ള കൊളാമ്പിയായിട്ട് കൊടുക്കുന്നവരോ നിർത്താതെ പുകവലിക്കുന്നവരോ അമിതമായിട്ട് മദ്യപിക്കുന്നവരോ ഇല്ലെന്നാണ് ഈ 347 പേരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ വിശ്വാസം തുടർന്നും ശരിയാണെങ്കിൽ വായിൽ അധികം ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാവില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി അടുത്ത 19-ാം തീയതി ഇവിടെ റിട്ടയർ ചെയ്ത പോലീസുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് പാളയത്ത് വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ പെൻഷൻ പറ്റിയവരാണ് കാണാൻ പോകുന്നത്. കാരണം ക്യാൻസർ പ്രായമായവരിൽ കാണുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് 55 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ പെൻഷൻ പറ്റിയതിനു ശേഷമാണ് ഈ രോഗം വരാൻ കൂടുതൽ സാധ്യത. ഒരു 4 മാസം മുമ്പ് ഇവിടെ പോലീസ്